Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 45ാമത്തെ വീഡിയോ മെട്രിസസ് ഇൻട്രൊഡക്ഷൻ ഓഫ് മെട്രിസസ് ആണ് ഈ വീഡിയോയിൽ വരുന്നത്. മെട്രിസസ് വളരെ ലളിതമായ എന്നാൽ പുതുമയുള്ള ഒന്നാണ്. മെട്രിസസ് പുതിയതായി പഠിക്കുന്ന ഒന്നാണ് എങ്കിലും പൂർണ്ണമായും പുതിയ രീതിയാണെന്ന് പറയാൻ കഴിയില്ല. ഗണിതത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഇവിടെ പഠിക്കുന്നത്. ആദ്യം പരിചയപ്പെടുക, പേരിടുക, അതിനെ എഴുതാൻ ശീലിക്കുക, അതിനെ തുടർന്ന് അതിൻ്റെ ചില ഓപ്പറേഷൻസ് ശീലിക്കുക. ആ ഒരു രീതി ഇവിടെയും ഉണ്ട്. മെട്രിസസിനെ ആദ്യം പരിചയപ്പെടുന്നു, അതിനെ എഴുതാൻ ശീലിക്കുന്നു, അതിന് പ്രത്യേക രീതിയിലാണ് അത് എഴുതുന്നത്, അതിന് പേരിടുന്നു, അതിൻ്റെ ചില ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ചില ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച് അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മെട്രിസസും ചെയ്തു പോരുന്നത്. ഏതൊരു പുതിയ രീതി പഠിക്കുമ്പോഴും പഴയ ചില രീതികളിലൂടെ തന്നെയാണ് തുടങ്ങുന്നത്. ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കൂടുതലായി നാം ഉപയോഗിക്കുന്നത് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ, അതുപോലെ ഗുണിക്കാൻ പഠിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് 2 ചരങ്ങളുള്ള സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ, അതുപോലെ 3 ചരങ്ങൾ വരുമ്പോൾ 4 ഒക്കെ വരുമ്പോഴത് എങ്ങനെയാണ് മെട്രിക്സ് ഉപയോഗപ്പെടുത്തുന്നത്. 2 വേരിയബിൾ 3 വേരിയബിൾ ആണെങ്കിൽ നാം ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ലളിതമാണ് ചരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ മെട്രിസസ് ഉപയോഗിക്കുന്നത്. 3 ചരങ്ങൾ വരുമ്പോൾ തന്നെ ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 4ഉം 5ഉം വേരിയബിൾ ആകുമ്പോൾ അങ്ങനെ വേരിയബിളിൻ്റെ എണ്ണം കൂടുന്തോറും ഈ വേരിയബിൾ തന്നെ നമുക്കൊരു ബാധ്യതയാവും. അപ്പോൾ ഈ വേരിയബിളിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കോയഫിഷ്യൻസ് മാത്രം എടുത്തൊരു ടേബിളാക്കി അത് അൽഗോരിതങ്ങൾക്ക് വിധേയമാക്കി, ചില പ്രത്യേകതരം അൽഗോരിതങ്ങൾക്ക് വിധേയമാക്കി സോൾവ് ചെയ്ത് വേരിയബിളിൻ്റെ വില കാണാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രസക്തി. നാം ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള അൽഗോരിതങ്ങളുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ മെട്രിസസ് ഉപയോഗിച്ച് നാം ഉണ്ടാക്കിയിട്ടുള്ള ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വലിയ വലിയ കാൽക്കുലേഷൻസിൻ്റെ പ്രൊസീജിയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ കോഡിംഗ്, ഡീകോഡിംഗ് പോലെ, ക്രിപ്റ്റോഗ്രാഫി പോലെ മാത്സിൻ്റെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ആവട്ടെ, ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സുകളിലാവട്ടെ, എല്ലാത്തിൻ്റെയും ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് തിരഞ്ഞു പോയാൽ മെട്രിക്സിലാവും എത്തുന്നത്. മെട്രിക്സിനെ ലാറ്റിൻ വേർഡിൽ മദർ എന്നാണ് അർത്ഥം. ലാറ്റിൻ വേർഡിൽ അതിന് അർത്ഥം മദർ അല്ലെങ്കിൽ വോംബ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഗർഭപാത്രം അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം. അപ്പോൾ മോഡേൺ മാത്തമാറ്റിക്സിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ട് മെട്രിക്സ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ മെട്രിക്സ് ഏതെല്ലാം മേഖലകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ നോളജ് ഓഫ് മെട്രിസസ് ഈസ് നെസസറി ഇൻ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ്. This mathematical tool simplifies our work to a great extent when compared with other straightforward methods. The evolution of concept of matrices is the result of an attempt to obtain compact and simple methods of solving system of linear equations. Matrices are not only used as a representation of the coefficients in system of linear equations, but utility of matrices far exceeds that use. Matrix notation and operations are used in electronic spreadsheet programs for personal computer, which in turn is used in different areas of business and science like budgeting, sales projection, cost estimation, analyzing the results of an experiment, etc. Also,
Many physical operations such as magnification, rotation, and reflection through a plane can be represented mathematically by matrices. Matrices are also used in cryptography. This mathematical tool is not only used in certain branches of science but also in genetics, economics, sociology, modern psychology, and industrial management. Matrices are one of the most important and powerful tools in mathematics, which has found its way into various disciplines like engineering, economics, statistics, physics, chemistry, commerce, etc. Arthur Cayley, a British mathematician, was the first person to introduce the concept of a matrix in 1857. It is used in finding the solutions of applied business and industrial problems. Economists use matrices very extensively in social accounting, input-output analysis, and in the study of inter-industry economics. It is not an exaggeration to say that modern mathematics cannot be done without matrices today. Modern mathematics cannot be done without matrices today. Suppose we wish to express the information that Radha has 15 notebooks. We may express it as 15 with the understanding that the number inside this notation is the number of notebooks that Radha has. Now, if we have to express that Radha has 15 notebooks and 6 pens, we may express it as matrix 15, 6 with the understanding that the first number inside the matrix notation is the number of notebooks while the other one is the number of pens possessed by Radha. Let us now suppose that we wish to express the information of possession of notebooks and pens by Radha, Geeta and Suresh, which is as follows. രാധയുടെ കയ്യിൽ 15 നോട്ട് ബുക്ക് ഉണ്ട്. അത് നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ച് മെട്രിക്സിൻ്റെ നൊട്ടേഷനാണ് ഇങ്ങനെ എഴുതുന്നത്, ഈ ബ്രാക്കറ്റ്. അങ്ങനെ അതിനകത്ത് 15 എഴുതിയാൽ അതിനർത്ഥം രാധയുടെ കയ്യിൽ 15 നോട്ട് ബുക്ക് ഉണ്ട് എന്നാണ്. അതുപോലെ 15 നോട്ട് ബുക്കും 6 പേനയും ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ മെട്രിക്സ് എഴുതിയിട്ട് 15 ഒരല്പം സ്പേസ് ഇട്ട് 6 എന്ന് എഴുതും. ആദ്യത്തേത് രാധയുടെ കയ്യിലുള്ള നോട്ട് ബുക്കുകളുടെ എണ്ണവും, രണ്ടാമത്തേത് രാധയുടെ കയ്യിലുള്ള പെന്നുകളുടെ എണ്ണവും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് രാധ, ഗീത, സുരേഷ് 3 പേരുടെ കയ്യിലുള്ള നോട്ട് ബുക്ക്, പേന ഇവയുടെ എണ്ണം എങ്ങനെ മെട്രിക്സ് ഉപയോഗിച്ച് എഴുതാമെന്ന് നോക്കാം. രാധ ഹാസ് 15 notebooks and 6 pens. Geeta has 10 notebooks and 2 pens. Suresh has 13 notebooks and 5 pens. നമുക്കിതിനെ മെട്രിക്സിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു മാറ്റർ കിട്ടി. നമ്മളിതിനൊന്ന് ടേബിളാക്കണം. ടേബിളിലാക്കുമ്പോൾ കുറേ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. Now this could be arranged in the tabular form as follows. Notebooks, pens. ഇവിടെ പേര് രാധ, ഗീത, സുരേഷ്. രാധ has 15 notebooks and 6 pens. Geeta has 10 notebooks and 2 pens. Suresh has 30 notebooks and 5 pens. ഇങ്ങനെ ടേബിളിലാകുമ്പോൾ കുറേ കൂടെ ഈസിയാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ. നമുക്കിതിനെ മെട്രിക്സിലേക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്നാണ് നോക്കുന്നത്. This can be expressed as, നമുക്കിതിനെ മെട്രിക്സ് ആയിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് റോയിൽ 15, 6. രാധ ഹാസ് 15 notebooks and 6 pens. Geeta has 10 notebooks and 2 pens. Suresh has 13 notebooks and 5 pens. 15, 6 രാധയുടെ കയ്യിലുള്ള നോട്ട് ബുക്കിൻ്റെയും പെന്നുകളുടെയും എണ്ണം, അതാണ് ഫസ്റ്റ് റോ. ഇത് ഗീതയുടെ കയ്യിലുള്ള നോട്ട് ബുക്സും പേനയും. സെക്കൻഡ് റോ, തേർഡ് റോയിൽ സുരേഷിൻ്റെ കയ്യിലുള്ള നമ്പർ ഓഫ് നോട്ട് ബുക്സും പെൻസും. അതുപോലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലുള്ള നോട്ട് ബുക്കുകളുടെ എണ്ണം. ഇവിടെ സെക്കൻഡ് കോളം ഓരോരുത്തരുടെയും കയ്യിലുള്ള പെന്നുകളുടെ എണ്ണം. ഇപ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായിട്ട് എഴുതുന്നത്, സെക്കൻഡ് കോളം അടുത്ത വെർട്ടിക്കലായിട്ട് എഴുതുന്നത് കോളം, ഹൊറിസോണ്ടലായിട്ട് വരുന്നത് റോ. നമുക്കിത് മറ്റൊരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. രാധ, ഗീത, സുരേഷ്.
നോട്ട്ബുക്സ് 15, 10, 13, പെൻ 6 to 5. ഇതേ രീതിയിൽ ഇതിനെ മെട്രിക്സ് ആയിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. 15, 10, 13 ഫസ്റ്റ് റോ, 6 to 5 സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം, 15, 6 ഫസ്റ്റ് കോളം, 10 to സെക്കൻഡ് കോളം, 13, 5 തേർഡ് കോളം. ഇവിടെ റോ ഫസ്റ്റ് റോ ആയിരുന്നത് ഇവിടെ ഫസ്റ്റ് കോളമായി. അതായത് ഇവിടെ റോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോരുത്തരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 15ഉം 6ഉം രാധയുടെ കയ്യിലുള്ള പേനയുടെ നോട്ട്ബുക്കുകളുടെ എണ്ണമാണ്. ഇവിടെ രാധയുടെ കയ്യിലുള്ള നോട്ട്ബുക്കും റോ ആയി ഇവിടെ കോളമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെ റോ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ രണ്ടാമത്തെ റോയിൽ ഗീതയുടെ കയ്യിലുള്ള നമ്പർ ഓഫ് നോട്ട്ബുക്സും പേനയാണ്. അതിവിടെ രണ്ടാമത്തെ കോളത്തിൽ പറഞ്ഞു ഗീതയുടെ കയ്യിലുള്ളത്. അതുപോലെ ഇവിടെ സുരേഷിൻ്റെ കയ്യിലുള്ളത് ഈ കോളത്തിലായിട്ട് പറഞ്ഞു. ഇവിടെ അത് റോ ആയിട്ട് പറഞ്ഞു. ഇവിടെ ഓരോ കോളും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് കോളം റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് നോട്ട്ബുക്സ്. ഇവിടെ ഫസ്റ്റ് റോ ആണ് നമ്പർ ഓഫ് നോട്ട്ബുക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കണ്ടോ, നോട്ട്ബുക്സ് ഫസ്റ്റ് റോ ആണ്. അതുപോലെ സെക്കൻഡ് റോ ആണ് ഇവിടെ നമ്പർ ഓഫ് പെൻസ്. ഇവിടെ സെക്കൻഡ് കോളമാണ് നമ്പർ ഓഫ് പെൻസ് ഡിനോട്ട് ചെയ്യുന്നത്. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം നമുക്കതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. വരിയും നിരയുമായി നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് മെട്രിക്സ്. In the first arrangement, the entries in the first column represents the number of notebooks possessed by Radha, Geeta and Suresh respectively. And the entries in the second column represents the number of pens possessed by Radha, Geeta and Suresh respectively. Similarly, in the second arrangement, the entries in the first row represents the number of notebooks possessed by Radha, Geeta and Suresh respectively. The entries in the second row represents the number of pens possessed by Radha, Geeta and Suresh respectively. An arrangement or display of the above kind is called a matrix. A and B purchased from a market the following. A purchases 4 kg of sugar, 1 kg of onion and 1 kg of potato. B 2 kg of sugar, 1 kg of onion, 2 kg of potato. These information can be represented by the following matrix: 4, 1, 1, 2, 1, 2. A 4 kg of sugar, 1 kg of onion and 1 kg of potato. Therefore, the first row shows purchases made by A. B purchased 2 kg of sugar, 1 kg of onion, 2 kg of potato. Therefore, second row shows purchases made by B. First column, A 4 kg sugar, B 2 kg sugar. Therefore, first column represents, first column shows purchases of sugar. Second column shows purchases of onion. A 1 kg of onion, B 1 kg of onion. Third column shows A 1 kg of potato, B 2 kg of potato. Therefore, third column shows purchases of potato. First row shows purchases made by A. Second row shows purchases made by B. First row shows purchases made by A. Second row shows purchases made by B. First column shows purchases of sugar, second column shows purchases of onion, third column shows purchases of potato. That is, a matrix is a rectangular representation of numbers or symbols arranged systematically in rows. A set of mn numbers arranged in a rectangular array of m horizontal lines and n vertical lines enclosed by square bracket or parenthesis is called a matrix of order m by n, written as m into n matrix. ഒന്നുകിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പാരന്തസിസ് എന്നതിന് പറയുന്നത് ഇതിനുള്ളിൽ എം എൻ നമ്പേഴ്സിനെ എം ഹൊറിസോണ്ടൽ ലൈൻസിലും എൻ വെർട്ടിക്കൽ ലൈൻസിലുമായിട്ട് അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് മെട്രിക്സ് ഓഫ് ഓർഡർ എം ബൈ എൻ. അതിനെ എഴുതുന്നത് എം ഇൻറ്റു എൻ ആണ്. എം ഇൻറ്റു എൻ മെട്രിക്സ് എന്നാൽ എം റോയും എൻ കോളവുമുള്ള മെട്രിക്സ് എന്നാണ്.
ഈ എം എൻ നമ്പേഴ്സിന് പറയുന്ന പേരാണ് എൻട്രീസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ദി മെട്രിക്സ്. ദ നമ്പേഴ്സ് വിച്ച് ഫോം എ മെട്രിക്സ് ആർ കോൾഡ് എൻട്രീസ് ഓർ എലമെന്റ്സ് ഓഫ് ദി മെട്രിക്സ്. The horizontal lines in a matrix are called rows and the vertical lines are called columns of the matrix. Horizontal lines ne rows എന്നും vertical linesലുള്ള elements നമ്മൾ columns എന്നും പറയും. Vertical lines ne columns എന്നും horizontal lines ne rows എന്നും വിളിക്കും. A matrix is a rectangular array of numbers arranged in rows and columns. These numbers are arranged in rows and columns and enclosed by either square brackets or parentheses or by pair of double vertical line. അപ്പോൾ ഒന്നുകിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സ് എഴുതും, നമ്മൾ നേരത്തെ കണ്ട പോലെ രാധ, ഗീത, സുരേഷ് നോട്ട്ബുക്സ് പേനയും വാങ്ങിയ കാര്യങ്ങൾ മെട്രിക്സിൽ എഴുതി. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഈ ഒരു ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതാം, അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേര് പാരന്തസിസ് എന്നാണ്, ഇതിനകത്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ഇതിനകത്ത് വാല്യൂസ് എഴുതാം. ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക്കലി ഇൻ റോസ് ആൻഡ് കോളംസ്. ഇറ്റ് ഈസ് മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ presentation of numbers arranged systematically in rows and columns. These numbers are called the elements of the matrix. Matrix നകത്ത് എഴുതുന്ന നമ്പേഴ്സിനെ elements of the matrix എന്ന് പറയും. അതുപോലെ the horizontal lines of elements of the matrix are called rows and the vertical lines of elements of the matrix are called columns. Horizontal lines of elementsനെ rows എന്ന് പറയും, vertical ആയിട്ടുള്ള elementsനെ columns എന്ന് പറയും. Some examples of matrices are 3 4 5 3 2 1. Matrix 3 4 5 3 2 1. ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, 3 റോയും 2 കോളവും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 × 2 എന്നാണ് ഇതിന് വായിക്കുന്നത്, 3/2 മെട്രിക്സ്. ഇതുപോലെ ഇത് മെട്രിക്സ് 1 2 1 5 4 2 4 3 7. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, 3 റോയും 3 കോളവും. ദിസ് ഈസ് എ 3/3 മെട്രിക്സ്. അതുപോലെ ഇവിടെ 1 5 4 7. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അതുപോലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, 2/2 മെട്രിക്സ്. ഇത് 2 5 1 7 3 2. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, 2 റോസ് ആണ്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, 3 കോളംസും. ഇപ്പോൾ ഒരു 2/3 മെട്രിക്സ്. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ഇത് 3/2 3/3 2/2 2/3. ആദ്യം റോയുടെ എണ്ണവും പിന്നീട് കോളത്തിൻ്റെ എണ്ണവുമാണ്. A matrix may be represented by the symbol this square bracket or the symbol parenthesis. However, we shall use double bracket notation. ഇതിൽ മുഴുവൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇതാണ്. ഈ രീതിയിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിട്ടും മെട്രിക്സ് എഴുതാം. The element in the ith row and jth column of a matrix A is denoted by Aij. ith റോയിൽ jth കോളം ആയിട്ട് വരുന്ന എലമെൻറ്റിനെ Aij എന്നാണ് പറയാം. അതായത് ഇപ്പോൾ മെട്രിക്സിൽ ഫസ്റ്റ് എലമെൻറ്റ് A11 A12 A13. ഇത് Aij അല്ല, ഇതിന് പറയാം A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. A13 ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. അതുപോലെ A21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. A22 സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. A23 സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്. അങ്ങനെയാണ്. അപ്പോൾ ith റോയിലെ jth കോളത്തിലെ എലമെൻറ്റ്, ith റോയും jth കോളവുമായി വരുന്ന ഒരു വാല്യൂ, അതാണ് Aij. അതുപോലെ ദ ഫസ്റ്റ് സഫിക്സ് ഇൻഡിക്കേറ്റ്സ് ദ റോ ആൻഡ് ദ സെക്കൻഡ് സഫിക്സ് ദ കോളം ടു വിച്ച് ദാറ്റ് എലമെൻറ്റ് ബിലോങ്സ്. ഇപ്പം Aij എന്ന് പറഞ്ഞാൽ ഇത് ഏത് റോയിലെ അല്ലെങ്കിൽ ഏത് കോളത്തിലെ എലമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ Aij എന്ന് പറഞ്ഞാൽ ith റോയിലെ jth കോളത്തിലെ എലമെൻറ്റ്, അല്ലെങ്കിൽ ith റോയിലെ jth എലമെൻറ്റ് എന്നും പറയാം. അപ്പോൾ ഇവിടെ A22 പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ജനറലായിട്ടൊരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? A = A11
A12, etc., A1j, etc., A1n, A21, A22, etc., A2j, etc., A2n, etc., AI1, AI2, etc., Aij, etc., Ain, etc., AM1, AM2, etc., AMJ, AMn. അതായത് എം റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, പിന്നെ എംത്ത് റോ. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ith റോ, എംത്ത് റോ. എം റോയായി. ഇനി കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ jth കോളം, അങ്ങനെ അവസാനം nth കോളം. അപ്പോൾ n കോളവും എം റോയുമാണ്. അപ്പോൾ ഇതൊരു m/n മെട്രിക്സ് ആണ്. m/n മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണിത്. A ഈക്വൽ ടു A11, A12, etc., A1j, A1n, A21, A22, etc., A2j, A2n, AI1, AI2, etc., Aij, Ain, അതുപോലെ AM1, AM2 അങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, അടുത്ത A13 ഉണ്ടെങ്കിൽ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. അങ്ങനെ A1n ആണ് ഈ ഫസ്റ്റ് റോയിലെ nth എലമെൻറ്റ്, A1j ആണെങ്കിൽ ഫസ്റ്റ് റോയിലെ jth എലമെൻറ്റ്, A21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, A22 സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, A2j സെക്കൻഡ് റോയിലെ jth എലമെൻറ്റ്, A2n സെക്കൻഡ് റോയിലെ nth എലമെൻറ്റ്, AI1 ith റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, AI2 ith റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, Aij ith റോയിലെ jth എലമെൻറ്റ്, Ain ith റോയിലെ nth എലമെൻറ്റ്. അതുപോലെ AM1 mth റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, AM2 mth റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, AMJ mth റോയിലെ jth എലമെൻറ്റ്, AMN mth റോയിലെ nth എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ജനറലായിട്ട് മെട്രിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. A convenient way of denoting the above matrix is A equal to Aij m/n. ഇങ്ങനെയാണ് എഴുതുന്നത്. A equal to Aij m/n എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻറ്റ്സ് Aij ആണ്, അതിൻ്റെ ഓർഡർ m×n ആണ്, അതായത് m റോയും n കോളവുമുള്ള ഒരു മെട്രിക്സ് ആണ്. ഐയുടെ വാല്യൂ 1 മുതൽ m വരെയും ജെയുടെ വാല്യൂ 1 മുതൽ n വരെയുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് എലമെൻറ്റ്സ് വരിക? ഐയുടെ വാല്യൂ 1 മുതൽ m വരെ, ജെയുടെ വാല്യൂ 1 മുതൽ n വരെ എന്ന് പറഞ്ഞാൽ A11, A12, A13, A1n വരെ വരും. ജെയുടെ വാല്യൂ മാക്സിമം n വരെയാണ്. അപ്പോൾ ഏജിന് A11, A12, A13, ജെക്ക് മാറ്റി ഐക്ക് 1 കൊടുക്കുക, ജെ 1 മുതൽ n വരെ കൊടുക്കുക, A11, A12, A13 അങ്ങനെ A1n. ഇനി ഐക്ക് പിന്നെ കൊടുക്കാവുന്ന 2 ആണ്. അപ്പോൾ അതുപോലെ ജെക്ക് 1 മുതൽ n വരെ കൊടുക്കുക, A21, A22, A23, etc., A2n. പിന്നെ AI1, AI2, etc., AIn. പിന്നെ m കൊടുത്താൽ AM1, AM2, MJ, etc., AMn കിട്ടും. ഇതിലെല്ലാ വാല്യൂസും കിട്ടും. അപ്പോൾ ഇതിന് ഇത്രയും വലുതായി ഈ എക്സ്പാൻഡഡ് ഫോം എഴുതുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, A equal to AH. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശം. Consider the following information regarding the number of men and women working in 3 factories 1, 2 and 3. Men workers, women workers. First factory 30 men and 25 women. Second factory 25 men, 31 women. Third factory 27 men, 26 women. Represent the above information in the form of a 3/2 matrix. The required matrix is matrix എഴുതി, ഫസ്റ്റ് റോയിൽ 30, 25, 25, സെക്കൻഡ് റോയിൽ 25, 31, തേർഡ് റോയിൽ 27, 26 എഴുതിയാലായി, ആൻസറായി. 3 റോയും 2 കോളവുമായി ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് എഴുതിയാൽ മതി. ഇനി വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദി തേർഡ് റോ സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? തേർഡ് റോ സെക്കൻഡ് കോളം, അതിൻ്റെ കോമൺ ഫാക്ടർ ഇതാണ്. തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഇതാണ്, സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ കോമൺ ഫാക്ടർ എന്താണ്? 26. ഇത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ 26 എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മൂന്നാമത്തെ ഫാക്ടറിയിലെ സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം. നമുക്ക് നോക്കാം, ആൻസറിലേക്ക് നോക്കാം. ദ ഇൻഫർമേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ 3/2 മെട്രിക്സ് ആസ് ഫോളോസ്. എങ്ങനെയാണ്? 30, 25,
25, 31, 27, 26. ആ മെട്രിക്സ് നമ്മളൊരു പേര് കൊടുത്തു, എ ഈക്വൽ ടു. മെട്രിക്സിൻ്റെ പേരുകൾ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, എലമെൻറ്റ്സ് സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട്. ഇതിനകത്ത് എഴുതുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും. ഔട്ട് സൈഡിൽ മെട്രിക്സിൻ്റെ പേര് കൊടുക്കുമ്പോൾ അതെപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ എ എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. എ ഈക്വൽ ടു മെട്രിക്സ് 30, 25, 25, 31, 27, 26. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. The above information in the form of a 3x2 matrix. ഇതിനെ ഒരു 3x2 matrix ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഇസ് ദ എൻട്രി ഇൻ ദി തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്സ് എന്താണ്? തേർഡ് റോ സെക്കൻഡ് കോളം, ആ കോമൺ ഫാക്ടർ എന്താണ്? തേർഡ് റോ സെക്കൻഡ് കോളം. ഈ 26 ആണ്. ഈ 26 എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് വിമൻ വർക്കേഴ്സ് ഇൻ ദി തേർഡ് ഫാക്ടറി അല്ലേ? 26 എന്നതാണല്ലോ. എത്ര സ്ത്രീ തൊഴിലാളികളാണ് മൂന്നാമത്തെ ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യുന്നത് എന്നാണ് അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ വാല്യൂ. ദി എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്സ് the number of women workers in factory 3. The entry in the third row and second column, that is 26, represents the number of women workers in factory 3. If a matrix has 8 elements, what are the possible orders it can have? ഒരു മെട്രിക്സിൽ mn എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ m റോയും n കോളവും ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ m റോയും n കോളം ഉണ്ടെങ്കിൽ mn എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് 4 റോയും 5 കോളം ഉണ്ടെങ്കിൽ 4 × 5 20 എലമെൻറ്റ്സ് ഉണ്ടാവും. 3 റോയും 3 കോളാണെങ്കിൽ 3 × 3 9 എലമെൻറ്റ്സ് ഉണ്ട്. 3 റോയും 2 കോളാണെങ്കിൽ 3 × 2 6 എലമെൻറ്റ്സ്. 2 റോയും 3 കോളാണെങ്കിൽ 2 × 3 6 എലമെൻറ്റ്സ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 8 എലമെൻറ്റ്സ് ഉണ്ട്. 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആവാം അത്? 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു റോയും 8 കോളംസ്, 1 × 8 8, അല്ലെങ്കിൽ 8 റോയും 1 കോളം, 8 × 1 8. 8 റോ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കോളം, അതിൽ 8 എലമെൻറ്റ്സ് താഴെ ആയിട്ട് എഴുതാം. അപ്പോൾ 8 × 1 അങ്ങനെ വരാം. അല്ലെങ്കിൽ 2/4, 2 റോയും 4 കോളവും, അല്ലെങ്കിൽ 4/2, 4 റോസും 2 കോളംസും. അപ്പം ഇങ്ങനെ 4 രീതിയിലായിരിക്കും മെട്രിക്സ് വരുന്നത്. നമുക്ക് നോക്കാം. We know that if a matrix is of order m by n, it has mn elements. മെട്രിക്സിൻ്റെ ഓർഡർ m by n ആണെങ്കിൽ m × n എലമെൻറ്റ്സ് അതിലുണ്ടായിരിക്കും. Thus, to find all possible orders of a matrix with 8 elements, we will find all ordered pairs of natural numbers whose product is 8. Thus, all possible ordered pairs are 1 8, 8 1, 4 2, 2 4. എന്ത് വേണം? ഓർഡേർഡ് പെയേഴ്സ് എഴുതാവുന്ന എല്ലാ ഓർഡേർഡ് പെയേഴ്സും എഴുതാം. പ്രൊഡക്റ്റ് 8 ആവണം. അങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സ് എല്ലാം പോസിറ്റീവ് ആവും വേണം. അപ്പോൾ 1 8 ആവാം. 1 × 8 8 ആണ്. 8 1, 8 × 1 8, 4 × 2 8, 2 × 4 8. അപ്പോൾ ഈ 4 രീതിയിലാണ് വരാം. അപ്പോൾ മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെ വരും? ഹെൻസ് പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8, 1/8 മെട്രിക്സ്, അല്ലെങ്കിൽ 8/1 മെട്രിക്സ്, അല്ലെങ്കിൽ 4/2 മെട്രിക്സ്, ഓർ 2/4 മെട്രിക്സ്. ഇങ്ങനെ 4 വ്യത്യസ്ത രീതിയിലായിരിക്കാം വരുന്നത്.